നമസ്കാരം. ഇന്ന് ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇവിടെ പരാമർശിക്കുന്നത്. പൂന്താനവുമായി ബന്ധപ്പെട്ട കഥ. പൂന്താനവും സാക്ഷാൽ മഹാദേവനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഈ ഒരു കഥ പല ആവർത്തി നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കഥയാകാം. എന്നാൽ ഈ കഥ എത്ര കേട്ടാലും മതി വരില്ല എന്നതാണ് വാസ്തവം. വീണ്ടും വീണ്ടും കേൾക്കുവാൻ തോന്നുന്ന ഒരു കഥ തന്നെയാണ് ഇത്. കൂടാതെ ഈ കഥ നിങ്ങളോട് പറയുവാൻ സാധിച്ചത് പോലും ഞാൻ ഭാഗ്യമായി തന്നെ കാണുന്നു. ഇനി കഥയിലേക്ക് കടക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. പൂന്താനവുമായി ബന്ധപ്പെട്ട കഥ തന്നെയാണ്. ഗുരുവായൂരപ്പനുമായി നേരിട്ട് ബന്ധമില്ല എങ്കിലും ഗുരുവായൂരപ്പൻ പൂന്താനത്തെ ധാരാളമായി അനുഗ്രഹിച്ച കഥകൾ ഉള്ളതിനാൽ തന്നെ ഇതും ആ ഗണത്തിൽ പെടുത്തുവാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മഹാക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കൊട്ടിയൂർ ക്ഷേത്രം. അവിടുത്തെ ദേവനായ പരമശിവനുമായി ഈ കഥയ്ക്ക് നേരിട്ട് ബന്ധമുണ്ട്. പൂന്താനത്തിന്റെ ഭാഗവത പാരായണം എപ്രകാരം സാക്ഷാൽ കൊട്ടിയൂരപ്പനെ പ്രസന്നനാക്കി എന്ന് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഒരിക്കൽ ഒരു വൈശാഖകാലത്ത് പൂന്താനം കൊട്ടിയൂരിൽ ദർശനത്തിനായി എത്തി. ബാവലിപ്പുഴയിൽ കുളിച്ച് അക്കരെയും ഇക്കരെയുമുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം വലിയൊരു സദസ്സിനെ സാക്ഷിയാക്കി തന്റെ ഭാഗവത പാരായണം തുടങ്ങി. ഭാഗവതത്തിലെ അതിപ്രധാനമായ ദശമസ്കന്ധത്തിലെ 60-ാം അധ്യായമായ കർഹിജിത് അധ്യായമാണ് അദ്ദേഹം അന്ന് വായിക്കാനുണ്ടായിരുന്നത്. പ്രസ്തുത അധ്യായത്തിലെ കർഹിജിത് സുഖമാസീനാം എന്ന് തുടങ്ങുന്ന ശ്ലോകം കാരണമാണ് ഈ അധ്യായത്തിന് ഇങ്ങനെയൊരു പേര് വന്നത് തന്നെ. പൂന്താനത്തിന്റെ ഭാഗവത പാരായണം കേട്ട സദസ്യർ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തി. തുടർന്ന് താൻ വായിച്ചു തീർന്ന ഭാഗം അദ്ദേഹം മയിൽപ്പീലി വെച്ച് അടച്ചു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ ദിനകൃത്യങ്ങളെല്ലാം കഴിച്ച് പൂന്താനം ഗ്രന്ഥം തുറന്നു നോക്കുമ്പോൾ മയിൽപ്പീലി കർഹിജിത് അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ നിൽക്കുന്നു. തന്റെ ഓർമ്മക്കുറവായിരിക്കും കാരണമെന്ന് വിചാരിച്ച അദ്ദേഹം അന്നും അതേ അധ്യായം തന്നെ വായിച്ചു. 2-3 ദിവസങ്ങളിൽ ഇത് ആവർത്തിച്ചപ്പോൾ ഇത് ഭഗവാന്റെ ലീലയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അന്നും ഭാഗവതം വായിച്ച ശേഷം സന്തോഷത്തോടെ അദ്ദേഹം കൊട്ടിയൂർ വിട്ടു. അപ്പോഴാണ് തന്റെ ഭാഗവത ഗ്രന്ഥം എടുക്കാൻ മറന്നുപോയ കാര്യം അദ്ദേഹം അറിഞ്ഞത്. തുടർന്ന് അദ്ദേഹം തിരിച്ച് കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു. എങ്കിലും അപ്പോഴേക്കും നട അടച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹം വാതിൽ പഴുതിലൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിശയകരമായിരുന്നു. സാക്ഷാൽ പരമശിവൻ ശിവഭഗവാൻ പാർവതി ദേവിക്ക് ഭാഗവതത്തിലെ കർഹിജിത് അധ്യായം വായിച്ചു കൊടുക്കുന്നു. അത് സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുന്നു ദേവി. ഭഗവാന്റെ വായന നന്നായി എങ്കിലും പൂന്താനം വായിച്ചു കേൾക്കാനാണ് കൂടുതൽ രസം അഥവാ രസകരം എന്ന് പറയുകയുണ്ടായി. പൂന്താനം പുറത്തുണ്ട് എന്ന് വിവരമറിഞ്ഞ ഭഗവാനും ദേവിയും അദ്ദേഹത്തിന് ദർശനം നൽകുകയും ഭാഗവത ഗ്രന്ഥം തങ്ങളുടെ മറ്റൊരു വാസകേന്ദ്രമായ തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെ മണ്ഡപത്തിന്റെ ഉത്തരത്തിലുണ്ട് എന്ന് പൂന്താനത്തെ അറിയിക്കുകയും ചെയ്തു. അതനുസരിച്ച് പൂന്താനം ഒരുപാട് ദൂരം സഞ്ചരിച്ച് തൃശൂരിലെത്തുകയും വടക്കുനാഥനെയും ഉപദേവതകളെയും തൊഴുത ശേഷം
മണ്ഡപത്തിലെത്തി അതിൻ്റെ ഉത്തരത്തിൽ നിന്നും ഗ്രന്ഥം തിരിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അത്രമേൽ വിശേഷപ്പെട്ടതായ ഒരു കഥയാണ് സാക്ഷാൽ മഹാദേവനും പാർവതി ദേവിയുമായി ബന്ധപ്പെട്ട കഥ. ഇനി ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗുരുവായൂരിൽ തന്നെയുള്ള ഒരു ബ്രാഹ്മണ കുടുംബമാണ് നെന്മിനിമന. ഈ കുടുംബത്തിൽ പെട്ടവർ ഇന്നും ഗുരുവായൂരിലുണ്ട്. ഈ കുടുംബത്തിന്റെ വകയായി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ഒരു ലോഡ്ജും ഹോട്ടലും അടക്കമുള്ള സൗകര്യങ്ങളുമുണ്ട്. എല്ലാ വർഷവും വൃശ്ചികമാസത്തിലെ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള സപ്തമി വിളക്ക് സ്പോൺസർ ചെയ്യുന്നതും ഈ കുടുംബമാണ്. ഇവിടത്തെ പൂർവികനായിരുന്ന ഒരു ഉണ്ണി നമ്പൂതിരിയുടെ കഥയാണ് ഇവിടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. നെന്മിനിമലയിലെ അച്ഛൻ നമ്പൂതിരിയായിരുന്നു ഒരിക്കൽ ഗുരുവായൂരിലെ മേൽശാന്തി. ഒരു ദിവസം അദ്ദേഹത്തിന് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകേണ്ടതായി വന്നു. സഹായിയായ കീഴ്ശാന്തിയും അന്ന് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നുമില്ല. ഭഗവാന്റെ പൂജ മുടങ്ങുമല്ലോ എന്നാലോചിച്ച് വിഷമിച്ച മേൽശാന്തി ഒടുവിൽ തന്റെ മകനായ ഉണ്ണി നമ്പൂതിരിയെ പൂജ ഏൽപ്പിക്കുവാൻ തീരുമാനിച്ചു. പോകും മുൻപ് മേൽശാന്തി ഉണ്ണി നമ്പൂതിരിക്ക് പൂജാവിധികളെല്ലാം പറഞ്ഞു കൊടുത്തു. ശ്രീകോവിലിനകത്ത് കയറിയ ഉണ്ണി മലര് നിവേദ്യവും ഉഷപൂജയുമെല്ലാം വിധി പോലെ തന്നെ ചെയ്തു. അപ്പോഴാണ് ഉണ്ണി അത് ശ്രദ്ധിച്ചത്. നിവേദ്യച്ചോറ് മുഴുവൻ അതേപോലെ തന്നെ ഇരിക്കുന്നു. ഉണ്ണി ആശങ്കാകുലനായി. തന്റെ പൂജ പിഴച്ചോ? ഭഗവാൻ നിവേദ്യം നേരിട്ടുണ്ണും എന്നായിരുന്നു ഉണ്ണിയുടെ വിചാരം. പിന്നീട് അടുത്തുള്ള ഒരു സ്ഥലത്തു നിന്ന് ഉപ്പുമാങ്ങയും സംഭാരവും കൊണ്ടുവരികയും അവ ചോറിന്റെ കൂടെ കൂട്ടിക്കുഴച്ച് വയ്ക്കുകയും ചെയ്തു. പക്ഷേ യാതൊരു ഫലവും കണ്ടില്ല. ഉണ്ണി പൊട്ടിക്കരയാൻ തുടങ്ങി. അവന്റെ കണ്ണുനീർ കേട്ട ഉണ്ണിക്കണ്ണൻ ഒടുവിൽ അവന് മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും ഉണ്ണിയുടെ കയ്യിൽ നിന്നും ചോറ് മുഴുവൻ വാങ്ങി കഴിക്കുകയും ചെയ്തു. ഏറെ സന്തോഷിച്ചു പോയ ഉണ്ണി പക്ഷേ നട തുറക്കുവാനുള്ള സമയം കഴിഞ്ഞതറിഞ്ഞില്ല. സമയം കഴിഞ്ഞിട്ടും നട തുറക്കാത്തതിൽ ക്ഷേത്രത്തിലെ കഴകക്കാരായ വാര്യന്മാരും ആശങ്ക പ്രകടിപ്പിച്ചു. ഉണ്ണിക്ക് വല്ലതും സംഭവിച്ചോ എന്നായിരുന്നു അവരുടെ ചിന്ത. എന്നാൽ തൊട്ടു പിന്നാലെ ഒഴിഞ്ഞ പൂജാ പാത്രങ്ങളുമായി ഉണ്ണി പുറത്തെത്തി. പാത്രങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നത് കണ്ട വാര്യർ തനിക്ക് അവകാശപ്പെട്ട നിവേദ്യച്ചോറ് മുഴുവൻ ഉണ്ണി ഉണ്ടു തീർത്തു എന്ന് വിചാരിച്ചു. അവനെ വിളിച്ചുകൊണ്ടു പോവുകയും കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് അടിക്കുകയും ചെയ്തു. താനല്ല, ഭഗവാനാണ് എല്ലാം കഴിച്ചത് എന്ന് ഉണ്ണി ഒരുപാട് തവണ പറഞ്ഞു. എങ്കിലും അത് പലരും അംഗീകരിച്ചതുമില്ല. ഒരുപാട് തവണ ഉണ്ണിക്ക് തല്ല് കിട്ടി. ഇതിനിടയിൽ മേൽശാന്തി മടങ്ങിയെത്തുകയും ചെയ്തു. മറ്റുള്ളവരിൽ നിന്നും വിവരമറിഞ്ഞ അദ്ദേഹവും ഉണ്ണിയെ തല്ലി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീകോവിലിൽ നിന്നും ഒരു അശരീരി മുഴങ്ങിയത്. ഉണ്ണി പറഞ്ഞത് ശരിയാണ് എന്നും അതിനാൽ തല്ലേണ്ടത് തന്നെയാണ് എന്നുമായിരുന്നു അശരീരി. കുറ്റബോധം താങ്ങാനാകാതെ മേൽശാന്തിയും വാര്യരും ശ്രീകോവിലിന് മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഭഗവാന്റെ ഈ കഥ കേൾക്കാത്തവരായി ആരും ഉണ്ടാകുന്നതല്ല. ഈ കഥയിലൂടെ നമുക്ക് അർത്ഥമാക്കുവാൻ സാധിക്കും. നിങ്ങൾ എത്ര തന്നെ പ്രശ്നത്തിലാണ് എങ്കിലും ഭഗവാൻ നിങ്ങളെ ഒരിക്കലും കൈവിടുന്നതല്ല. ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾക്കൊപ്പം ഭഗവാൻ ഉണ്ടാവുകയും നിങ്ങൾക്ക് എന്താണോ നൽകേണ്ടത് അത് ഭഗവാൻ കൃത്യമായ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് നൽകുക തന്നെ ചെയ്യും. നിങ്ങൾക്കും ഇത്തരത്തിൽ നിരവധിയാർന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. അത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം.